ഓക്കെ ഡിയേഴ്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ എടുക്കുന്നത് ഇൻകം ഫ്രം പ്രോഫിറ്റ് എന്ന് പറഞ്ഞ ഏരിയയാണ്. നമുക്കറിയാം ഇൻകം വെച്ചിട്ട് നമ്മൾ ഓരോ പാർട്ട് നമ്മൾ കവർ ചെയ്ത് പോവാണ്. നമ്മൾ ലാസ്റ്റിലേക്ക് ഒരു കൺക്ലൂഷനിലേക്ക് നമ്മളെ പാർട്ട് ബേസ് നോക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ഒരു ലാസ്റ്റ് കൺക്ലൂഷനിലേക്കാണ് പോകുന്നത്. ഓക്കെ, അതിന് നമ്മൾ പഠിക്കേണ്ടത് എന്താണ്? ഇൻകം ഫ്രം പ്രോഫിറ്റ് ആണ്. പ്രോഫിറ്റ്, നമുക്ക് ലാഭം ഉണ്ടാക്കാൻ പറ്റുന്ന ബിസിനസ് എന്തെല്ലാം, പ്രൊഫഷൻ എന്തെല്ലാം. കഴിഞ്ഞ പാർട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത് നിങ്ങൾക്ക് ഓർമ്മയുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നാണ് മിസ്സിൻ്റെ ഒരു വിശ്വാസം. നിങ്ങൾ പാർട്ടൊക്കെ ജസ്റ്റ് നോക്കുക, മനസ്സിലാവാത്ത ഭാഗങ്ങൾ നമ്മൾ നോട്ട്സൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നതാണ്, അത് നോക്കുക. ചില ടേബിൾസൊക്കെ നമുക്ക് എല്ലാം കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഓവറോളായി നമ്മൾ പറയുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഏത് ടേബിളാണോ എന്താണോ മനസ്സിലാവാത്തത് അത് നോട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുമ്പോൾ അത് നോക്കി നിങ്ങൾ സെർച്ച് ചെയ്ത് പഠിക്കേണ്ടതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ. നേരത്തെ പറഞ്ഞ ഒരു ഒന്നാമത്തെ പാർട്ട് ആൻഡ് സെക്കൻഡ് പാർട്ട്, ഒരു ഹെഡിങ് തന്നെ, ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും. അപ്പോൾ എന്താ നമ്മളെ ഹെഡിങ്? ഇൻകം ഫ്രം പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ഓർ ബിസിനസ് ഓർ പ്രൊഫഷൻ. ഓക്കെ, അതായത് നമ്മൾ പറഞ്ഞില്ലേനോ PGBP എന്ന് നമ്മൾ പഠിച്ചില്ലായിരുന്നു, PGBP. അപ്പോൾ PGBP സെക്കൻഡ് എന്നും പറയാം, ഷോർട്ടാക്കിയിട്ട് അങ്ങനെയും പറയാം. അപ്പോൾ ഇതിൽ ഫുൾ ടേബിൾ ബേസ് കണ്ടന്റ് ആണ് ഇതിൽ പറയുന്നത്. ടേബിൾ ബേസ് കണ്ടന്റ് ആണ്, കാരണം ഓരോന്നും എങ്ങനെയൊക്കെ എന്തിലൊക്കെ നമ്മൾ എങ്ങനെയൊക്കെ ഫോക്കസ് ചെയ്യണം എന്നുള്ളത് നമുക്ക് ടേബിൾ അനുസരിച്ചിട്ടാണ് ഇതിൽ അധികവും ഈ ഒരു പാർട്ട് കവർ ചെയ്ത് പോകുന്നത്. ഫസ്റ്റ് നമുക്കിതിൽ പഠിക്കാനുള്ളത് സ്പെസിഫിക് ഡിഡക്ഷനും സയൻറ്റിഫിക് റിസർച്ച് ആൻഡ് കോൺട്രിബ്യൂഷൻ ഓഫ് ഔട്ട്സൈഡ് ഏജൻസീസ് ആൻഡ് അമോർട്ടിസേഷൻ ZATIZation ആണ് നമുക്ക് പഠിക്കാനുള്ളത്. തൽക്കാലം മിസ് എന്ത് ചെയ്യാം, നമുക്ക് ഇതിനൊരു ഇൻട്രൊഡക്ഷനും ഒബ്ജക്റ്റിവിറ്റീസ് എല്ലാ പാർട്ടും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പോലെ ഇതിലെ ഒബ്ജക്റ്റീവ്സും എന്താ നോക്കാം നമുക്ക്. ഓക്കെ, ഇതിൽ ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഇൻട്രൊഡക്ഷൻ, സ്പെസിഫിക് ഡിഡക്ഷൻ. അപ്പോൾ ഇതിൽ പഠിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഭാഗം സ്പെസിഫിക് ഡിഡക്ഷൻ. എന്താണ് ഫസ്റ്റ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്? സ്പെസിഫിക് ഡിഡക്ഷൻ. Then amortization of certain preliminary expenses, then expenditure in case of amalgamation of damager and expenditure for business, and general deduction, let some. Then പിന്നെന്താ പഠിക്കേണ്ടത്? ഡിഡക്ഷൻ ഫോർ റെസ്പെക്ട് ഓഫ് എക്സ്പെൻഡിച്ചർ ഓർ സ്പെസിഫൈഡ് ബിസിനസ്. അതിൽ എക്സ്പെൻഡിച്ചർ ഒരു ഫോക്കസ് ചെയ്തൊരു ബിസിനസ് എടുക്കുമ്പോൾ അതിൽ വരുന്ന ഫീച്ചേഴ്സ്, അതെങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റും, അതിലെത്ര ചിലവ് വരും, എക്സ്പെൻഡിച്ചർ എങ്ങനെയാണെന്നൊക്കെ നമ്മൾ പഠിക്കുന്നത്. ദെൻ എക്സ്പെൻഡിച്ചർ ഓഫ് സയൻറ്റിഫിക് റിസർച്ച്. ഒരു സയൻറ്റിഫിക് നമ്മൾ കേട്ടതേ ഉള്ളൂ ഇങ്ങനത്തെ കാര്യങ്ങൾ. നിങ്ങൾക്ക് ഒരു വലിയ കുട്ടികളല്ലേ, BCom സ്റ്റുഡൻസ് ഡിഗ്രി ലെവൽ എത്തുമ്പോൾ കുറച്ചൊക്കെ നമുക്ക് എന്ത് മനസ്സിലാക്കും, നമ്മൾ PhD ഒക്കെ ചെയ്യുമല്ലോ, നമ്മൾ ഒരു വിഷയം എടുത്തിട്ട് അത് റിസർച്ച് ചെയ്യുമ്പോൾ അതിന് വരുന്ന ചിലവുകൾ എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെ. അത് ഗവൺമെൻറ്റിൻ്റെ ഇതിലാണല്ലോ വരിക. നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല, ഗവൺമെൻറ് ആണ് ഇങ്ങനത്തെ റിസർച്ചിനൊക്കെ പൈസ കൊടുക്കുന്നത്. ഗവൺമെൻറ്റിൻ്റെ ചിലവിലാണ് റിസർച്ച് ചെയ്ത് PhD ഒക്കെ ചെയ്ത് നമ്മൾ പ്രൊഫസറും നമ്മൾ ഡോക്ടർ എന്നൊക്കെ പറഞ്ഞിട്ട് സംഭവമാവുമല്ലോ, ഡോക്ടർഷിപ്പ്. അതൊക്കെ എന്താണ്, ഒരു ഗസറ്റഡ് ലെവലിലേക്ക് എത്തുന്ന ഒരു സംഭവമാണ്. അതൊക്കെ എന്തിൻ്റെ ബേസ് ചെയ്താൽ ഗവൺമെൻറ് റിസർച്ച് എന്ന് പറഞ്ഞ സെക്ഷൻ തന്നെ ഇതിൽ പഠിക്കാനുണ്ട് അല്ലേ. ഏതിലാണ് നമ്മൾ പഠിക്കുന്നത്? ഇൻകം ഫ്രം പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ബിസിനസ് ആൻഡ് പ്രൊഫഷൻ എന്ന് പറഞ്ഞ സംഭവം. അപ്പോൾ പ്രൊഫഷൻ എന്ന് പറഞ്ഞ ഒരു ഇത് നമ്മൾ പഠിക്കുന്നില്ലേ, പ്രൊഫഷൻ. ഈ പ്രൊഫഷനിലാണ് ഏത് വരുന്നത്? റിസർച്ച് വരുന്നത്. സയൻറ്റിഫിക് റിസർച്ച് ഒക്കെ പ്രൊഫഷനിലാണ് വരിക കേട്ടോ. ദെൻ സൈറ്റ് റീസ്റ്റോറേഷൻ ഫണ്ട്, റീസ്റ്റോറേഷൻ ഫണ്ട് എന്നുള്ളൊരു ഇതും ഇതിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താ? എക്സ്പ്ലെയിൻ വേരിയസ് ഡിഡക്ഷൻ അവൈലബിൾ അണ്ടർ സെക്ഷൻ 33AB. ഏത് സെക്ഷനാണ്? ഇപ്പോൾ മിസ്സിൻ്റെ മുന്നിലുള്ള കുട്ടികൾ പറയൂ, ഏത് സെക്ഷനാണ്, ഏത് നിയമത്തിൻ്റെ കീഴിലാണ് നമ്മൾ ഇതെല്ലാം പഠിക്കുന്നത്? പറയൂ. 1961. വെരി ഗുഡ്. 1961 എന്ന് പറയുന്ന ആ സെക്ഷനിൽ ഏത് ഇതിലാണ് പഠിക്കുന്നത് നമ്മൾ? 33. നമ്മൾ 20 മുതൽ ഇൻ കേസ് ഒരു ലെവൽ, മേ ബി ലെവൽ മുതൽ ഒരു 20 വരെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പം 33AB എന്ന സെക്ഷനിലാണ് എന്ത് പറയുന്നത്? വേരിയസ് ഡിഡക്ഷനെ പറ്റി പറയുന്നത്. വേരിയസ് ഡിഡക്ഷൻ, അതായത് സ്പെസിഫിക് ഡിഡക്ഷൻ ആൻഡ് വേരിയസ് അതായത് 33 സെക്ഷൻ. ഓക്കെ, 33 സെക്ഷനിലാണ് നമ്മളിത് ഡിസ്കസ് ചെയ്യുന്നത്. കമ്പ്യൂട്ട് എക്സ്പെൻഡിച്ചർ ഫോർ സയൻറ്റിഫിക് റിസർച്ച് ആൻഡ് ഫാമിലി പ്ലാനിങ്, അതും നമ്മളിത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഡിസ്കസ് അതർ റെലവൻറ്റ് ആൻഡ് ജനറൽ ഡിഡക്ഷൻ റിലേറ്റഡ് ടു സെക്ഷൻ 36.
ഓക്കെ, അതിൽ 30. ദെൻ ഇൻട്രൊഡക്ഷൻ ബി ഫസ്റ്റ്. ദെൻ സ്പെസിഫിക് ഇൻട്രൊഡക്ഷൻ നമുക്ക് അറിയാമല്ലോ, നമ്മൾ പഠിക്കുന്നത് എന്താണ്, ഇൻകം ഫ്രം പ്രോഫിറ്റ് ആണ്. നെക്സ്റ്റ് സ്പെസിഫിക് ഡിഡക്ഷൻ സെക്കൻഡ്. എന്താണ് സ്പെസിഫിക് ഡിഡക്ഷൻ നോക്കാം. അതായത് സ്പെസിഫിക് ആയിട്ട് ഏതെങ്കിലും ഒരു ബിസിനസ് എടുക്കുകയാണെങ്കിൽ ടീ ഡെവലപ്മെൻറ്റ്, കോഫി ഡെവലപ്മെൻറ്റ് ആൻഡ് റബ്ബർ ഡെവലപ്മെൻറ്റ് ഇതിലേക്ക് കൊടുത്തത്. സ്പെസിഫിക് ഡിഡക്ഷൻ സെക്കൻഡ് എന്ന് പറയുന്ന പാർട്ടിൽ എക്സാമ്പിൾ കൊടുത്തിട്ടുള്ളത് ഒന്ന് മിസ് ഇപ്പോൾ എവിടെ, ഒന്നാമത്തത് കോഫി, രണ്ടാമത്തത് ടീ, മൂന്നാമത്തത് റബ്ബർ. ഓക്കെ, ടീ, കോഫി, റബ്ബർ. ടീ, കോഫി, റബ്ബർ. ഓക്കെ, ടീയും കോഫി റബ്ബറാണ് 3 എക്സാമ്പിളാണ് എന്തിൽ കൊടുത്തത്, സ്പെസിഫിക് ഡിഡക്ഷനിൽ എക്സാമ്പിളായി കൊടുത്തത് 3 സ്പെസിഫിക് ആയിട്ട് ചെയ്യുന്ന ബിസിനസ്സാണ്. ഇതിൽ ടീൻ്റെതും കോഫീൻ്റെതും റബ്ബറിൻ്റെതും ഇതിൽ കറക്റ്റായിട്ട് എങ്ങനെയൊക്കെയാണ് അതിൻ്റെ എക്സ്പെൻഡിച്ചറും അത് എങ്ങനെ നമുക്ക് സ്പെസിഫിക് ഡിഡക്ഷനിലേക്ക് വരും എന്നുള്ളതാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ കറക്റ്റ് ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഏതിലെന്നറിയോ, അതായത് 9-2 എന്ന് പറയുന്ന ആ ഒരു പേജിലാണ് മൊത്തം ടേബിളും ഇതൊക്കെ. അതൊന്നും നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നോട്ട് പ്രിഫർ ചെയ്യുന്നത് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുമ്പോൾ അതിൽ നോക്കി മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ പറഞ്ഞ സ്പെസിഫിക് ഡിഡക്ഷൻ എക്സാമ്പിൾ ഏതാണ്, ടീ, കോഫി ആൻഡ് റബ്ബർ. അപ്പോൾ റിക്വയർഡ് കണ്ടീഷൻ എന്താ നോക്കാം നമുക്ക്. ഇതിലൊക്കെ കണ്ടീഷൻസ് എന്താ നോക്കാം. അതായത് എൻകേജ് ദ ബിസിനസ് ഓഫ് ഗ്രോയിങ് ദ മാനുഫാക്ചറിങ് ടീ ഓർ കോഫി ഇൻ റബ്ബർ ഇൻ ഇന്ത്യ. ആ ഒരു ബിസിനസ്സിൽ എൻഗേജ്ഡ് ആവുകയാണെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും. ഡെപ്പോസിറ്റ് വിത്ത് നബാർഡ് ഇൻ എ സ്പെഷ്യൽ അക്കൗണ്ട് ഫോർ ഡെപ്പോസിറ്റ് അണ്ടർ സ്കീം അപ്രൂവ്ഡ് ടീ ഓർ കോഫി റബ്ബർ ബോർഡ്. അതായത് ടീ, കോഫി, റബ്ബർ എന്ന് പറയുന്ന ബോർഡ്, ആ റബ്ബർ ആ ഒരു ബോർഡ് ഉണ്ട് എന്തിൽ, നബാർഡ്. ആ ബോർഡിൽ ഡെപ്പോസിറ്റ് ചെയ്യുക, ഡെപ്പോസിറ്റ് വിത്ത് നബാർഡ് ഇൻ എ സ്പെഷ്യൽ അക്കൗണ്ട്, ഒരു അക്കൗണ്ട് തുറക്കുക. ഇത്രയും വലിയ ബിസിനസ് അല്ല ചെയ്യുന്നത്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ക്യാഷ് ഡീലിങ്സിനും ട്രാൻസാക്ഷനും അക്കൗണ്ട് വിത്ത് ഡെപ്പോസിറ്റ് വിത്ത് നബാർഡ് ഇൻ എ സ്പെഷ്യൽ അക്കൗണ്ട് ഫോർ ഡെപ്പോസിറ്റ് അണ്ടർ എ സ്കീം അപ്രൂവ് ആക്കുക. ആ സ്കീം അപ്രൂവ് ആക്കി അതിലേക്ക് നബാർഡിൽ എന്ത് ചെയ്യുക, ഡെപ്പോസിറ്റ് ചെയ്യുക, അക്കൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുക. ഡെപ്പോസിറ്റ് നെക്സ്റ്റ് ഘട്ടം എന്താണ്, ഡെപ്പോസിറ്റ് ടു ബി മെയ്ഡ് 6 months ഫ്രം ദ എൻഡ് ഓഫ് പ്രീവിയസ് ഇയർ ആൻഡ് ബിഫോർ ഡ്യൂ ഡേറ്റ് ആൻഡ് ഫ്ലൈങ് റിട്ടേൺ ഇൻകം വേറെ ഏഴ്. അപ്പോൾ അതിന് ഇൻകം, അതിൻ്റെ ട്രാൻസാക്ഷൻ ഒക്കെ നോക്കുക. നെക്സ്റ്റ് അതിലേക്ക് നോക്കുക. 6 മാസത്തിന് ശേഷം അതിൻ്റെ എൻഡിലേക്ക് വരുമ്പോഴേക്കും ബിസിനസ് ഏകദേശം റണ്ണിങ് ആകുമ്പോഴുള്ള ഇതൊക്കെ നോക്കുക. നെക്സ്റ്റ് അക്കൗണ്ട്സ് ഓഫ് ഓഡിറ്റഡ് ബൈ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്, അതിന് ഓഡിറ്റ് ചെയ്യണമല്ലോ. അതായത് 6 month വരെ ഇതെങ്ങനെയൊക്കെ റണ്ണിങ് ചെയ്തു, ഇതിൻ്റെ ട്രാൻസാക്ഷൻ, ഡീലിംഗ് എങ്ങനെയൊക്കെ വന്നതെന്നുള്ളത് ഒരു ചാർട്ടേഡ് അക്കൗണ്ട് ടു ബി എഡിറ്റഡ് ചാർട്ടേഡ് അക്കൗണ്ട് എന്ത് ചെയ്യുക, പരിശോധിക്കുക. Then the amount deposit above mentioned scheme of profit of said business calculated under profit and business provision head. അപ്പോൾ എന്താണ് ഇത്, എന്ത് ചെയ്യുക, ഇത് പരിശോധിച്ചതിന് ശേഷം ദ എമൗണ്ട് ഡെപ്പോസിറ്റഡ് അബവ് മെൻഷൻ സ്കീം എന്ത് ചെയ്യുക, അതിനൊരു എമൗണ്ട് വീണ്ടും എന്ത് ചെയ്യുക, ഡിഡക്ഷനിൽ പോയിട്ട് ദ എമൗണ്ട് ഡെപ്പോസിറ്റ് അബവ് മെൻഷൻ സ്കീം ഓഫ് 40% ഓഫ് ദ പ്രോഫിറ്റ് ഓഫ് ദ സെഡ് ബിസിനസ്. 40% പ്രോഫിറ്റ് എന്താക്കണം, എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുക ഈ മെൻഷൻ ചെയ്ത ഈ ഒരു ഇതിലേക്ക്. ഓക്കെ, നെക്സ്റ്റ് പ്രോഫിറ്റ് ബി കാൽക്കുലേറ്റ് ചെയ്യുക. എന്നിട്ട് ആ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ബിഫോർ ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 33 സെക്ഷൻ എ പ്രകാരമുള്ള നബാർഡ് ഇതിലേക്കുള്ള അക്കൗണ്ടിലേക്ക് എന്ത് ചെയ്യുക, ട്രാൻസ്ഫർ ചെയ്യുക. ആൻഡ് അഡ്ജസ്റ്റ്മെൻറ്റ് ബ്രോഡ് ഫോർവേഡ് ടു ദ അണ്ടർ സെക്ഷൻ 32 അണ്ടർ ഡിഡക്റ്റിംഗ് ദ കറൻറ്റ് ഇയർ. ഓരോ 6 മാസം ലാസ്റ്റ് ആകുമ്പോൾ ചാർട്ടേഡ് അക്കൗണ്ടിനെ കൊണ്ട് പരിശോധിപ്പിക്കുക, അതിൻ്റെ പ്രോഫിറ്റ് എങ്ങോട്ട് മാറ്റുക, ആ